NDAയുടെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം കൂടെ സ്വാഭാവികമായിട്ട് ഉയരുമല്ലോ. NDA ഏതെങ്കിലും വിഭാഗം ഇതിനെതിരെ നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ ഒരു പരാമർശം വന്നിരിക്കുന്നു, നിതീഷ് വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. ബീഹാറിൽ നിന്നുള്ള ഒരു മന്ത്രി തന്നെ അത് പറയുമ്പോൾ അങ്ങനെ ഒരു പൾസ് അവിടെ ഉണ്ടോ? അത് കേന്ദ്ര മന്ത്രിയാണ്, പഞ്ചായത്ത് രാജിൻ്റെയൊക്കെ ചുമതലയുള്ള ഗിരിരാജ് സിംഗ്. അദ്ദേഹം എപ്പോഴും വിവാദപരമായ പ്രസ്താവനകളൊക്കെ ഇറക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ആദ്യഘട്ടത്തിൽ നിതീഷിനെ ഇനി വിശ്വസിക്കേണ്ടതില്ല, അദ്ദേഹത്തിന് മുന്നിൽ NDAയുടെ വാതിലുകൾ എക്കാലത്തേക്കും അടഞ്ഞു, ഇനി അത് തുറക്കില്ല എന്നൊരു പ്രസ്താവന ഗിരിരാജ് ആദ്യം പുറത്തിറക്കുന്നു. പക്ഷേ ഗിരിരാജ് വലിയ അവിടെ ജനപിന്തുണയുള്ളൊരു നേതാവാണ്. 4.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അദ്ദേഹം അവിടെ നിന്ന് ജയിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം ഏറ്റവും ഒടുവിലായി പുറത്തുവിട്ടിരിക്കുന്ന ഒരു വിവരം, അത് കേന്ദ്ര നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നു അതനുസരിച്ച് നീങ്ങാം എന്നതാണ്. അപ്പോൾ അതിന് ചുവട് പിടിച്ചാണ് ഇപ്പോൾ ബീഹാറിൽ കോൺഗ്രസും RJDയും കൂടി ഒരു സഖ്യം, അത് ഉള്ള മഹാഗഠബന്ധൻ നിതീഷ് പോയാലും അവിടെ ഒരു സഖ്യം ഉണ്ടാക്കാൻ കഴിയുമോ, ഈ സർക്കാരിനെ നിലനിർത്താൻ കഴിയുമോ നിതീഷിനെ ഒഴിവാക്കിക്കൊണ്ട് എന്ന ചർച്ചകളും വളരെ സജീവമായി അവിടെ നടക്കുന്നു.